താൻ ചെയ്യാത്ത കുറ്റം തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും തൻ്റെ ഉൾബോധത്തെ ബാധിക്കും. അത് ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ സ്വന്തം ജീവൻ ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയിലേക്കുമൊക്കെ എത്തിച്ചേക്കും. അത്തരത്തിലൊരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്താണ് ഈ സംഭവം. മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനല്ല മോഷ്ടിച്ചതെന്ന് കേണു പറഞ്ഞ് അപേക്ഷിച്ചിട്ടും പോലീസുകാർ കേട്ടില്ല. കുറ്റം സമ്മതിപ്പിക്കാനായി ക്രൂരമായി തല്ലിച്ചതച്ചു, ആരോഗ്യം വരെ നശിപ്പിച്ചു. കോടതി മോചിപ്പിച്ചതോടെ പോലീസിനെതിരെ നിയമ പോരാട്ടവും തുടങ്ങി. വിധി വരാനിരിക്കെയാണ് യുവാവിന്റെ ജീവനൊടുക്കൽ കഥ ഇപ്പോൾ പുറത്തു വരുന്നത്. വല്ലാത്ത ദാരുണമായ ഒരു കഥയാണ്. തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മോശം അനുഭവം തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് അത് താങ്ങാനാവാതെ പോയത്. മോഷണ കേസിൽ ആളുമാറി അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയേണ്ടി വന്നതിനെതിരെ നിയമ നടപടികൾ നടത്തിവന്ന യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തൊക്കെ ചെയ്താലും ഇനി പോയ മാനം തിരിച്ചു വരില്ല, കൊണ്ട അടിയും ഇനി ഒന്നും ചെയ്യാനാകില്ല. അത് മനസ്സിലാക്കിയ യുവാവ് ആയിരിക്കണം പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത്. പോലീസിനെതിരെ കോടതിയിൽ കേസ് നടത്തിവന്ന ഒരു വ്യക്തിയാണ് അഞ്ചൽ അഗസ്ത്യക്കോട് രതീഷ് ഭവനിൽ രതീഷ്. വീടിനോട് ചേർന്നുള്ള ഷെഡിൽ വ്യാഴാഴ്ച രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 38 വയസ്സായിരുന്നു രതീഷിന്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ രതീഷിന് അത് സാധിച്ചില്ല. അത് സാധിക്കാതെ വന്നതോടെ തന്നെ പോലീസുകാർ മർദ്ദിച്ചു. അവസാനം താൻ മോഷണക്കുറ്റത്തിന് പ്രതിയല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് തന്നെ വിട്ടയച്ചുവെങ്കിലും അവർക്കെതിരെയുള്ള നിയമ നടപടി തുടങ്ങിയിരുന്നു രതീഷ്. പക്ഷേ അത് അവസാനം വരെ കൊണ്ടുപോകാൻ രതീഷിന് സാധിച്ചില്ല. അതിനിടയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ അദ്ദേഹത്തിനെ കണ്ടെത്തുകയായിരുന്നു. ദുരൂഹതയുണ്ടോ എന്ന് കൂടുതൽ അന്വേഷണം ഇതിൽ നടത്താനും പോവുകയാണ്. 2014 അഞ്ചലിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും 8 ലക്ഷം രൂപ മോഷണം പോയ സംഭവത്തിൽ രതീഷിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് പോലീസുകാരുടെ വീഴ്ചയാണ് രതീഷിനെ ജയിലിൽ കഴിയേണ്ടി വരാൻ ഇടയാക്കിയത്. താനല്ല മോഷ്ടിച്ചതെന്ന് രതീഷ് കേണു പറഞ്ഞിട്ട് പോലും പോലീസ് കേട്ടില്ല എന്നും കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തുവെന്നും പറയുന്നു. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ തന്നെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ രതീഷ് അഞ്ചൽ പോലീസിനെതിരെ നടത്തിവന്ന കേസിൽ കോടതി വിധി വരാനിരിക്കെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ബസ്സും ഓട്ടോയും ഓടിച്ച് കുടുംബം പുലർത്തി വരികയായിരുന്നു രതീഷ്. ആളുമാറി അറസ്റ്റ് ചെയ്ത പോലീസ് കുറ്റം സമ്മതിപ്പിക്കാനായി ക്രൂരമായി തല്ലിച്ചതച്ചിരുന്നുവെന്ന് രതീഷിന്റെ ഭാര്യ തന്നെ പറയുന്നു. പോലീസിന്റെ ശാരീരിക പീഡനങ്ങളും ആരോഗ്യവും കേസ് നടത്തി കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും നഷ്ടമായതിന്റെ മനോവിഷമം രതീഷിന് താങ്ങാനായിട്ടുണ്ടാകില്ല എന്നും അതുകൊണ്ടായിരിക്കണം അദ്ദേഹം യാതൊരു വഴിയുമില്ലാതെ ആത്മഹത്യ ചെയ്തതെന്നുമാണ് നിഗമനത്തിൽ തന്നെ ഇപ്പോൾ പറയുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥ കാര്യമെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഇത് അറിയാൻ സാധിക്കൂവെന്നും പറയുന്നു. അഞ്ചൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു രതീഷ്. 2014 സെപ്റ്റംബറിലാണ് പോലീസ് വേട്ടയാടിയത്. ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ കവർച്ച നടത്തിയെന്ന് ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടിയ മർദ്ദനം സഹിക്കാതെ രതീഷ് സെല്ലിൽ തളർന്നു വീണതായി അന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തട്ടിക്കൂട്ടിയ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ റിമാൻഡ് ചെയ്തു. മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടിയും വന്നിട്ടുണ്ട്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്തു. അപമാനഭാരം കുടുംബത്തെ തളർത്തി. ഭാര്യയും പറക്കമുറ്റാത്ത കുട്ടികളും അനുഭവിച്ചതിനൊന്നും തന്നെ കണക്കില്ല. ഇതിനിടയിൽ 2020 കാര്യങ്ങൾ മാറിമറിഞ്ഞു. തിരുവനന്തപുരം കാരക്കോണം സ്വദേശിയായ ഒരാളെ മറ്റൊരു കേസിൽ പിടികൂടിയപ്പോൾ അഞ്ചൽ ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ നടത്തിയ മോഷണവും ഇയാൾ വെളിപ്പെടുത്തി. ഇതോടെ രതീഷിനെ കോടതി മോചിപ്പിക്കുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.